നമുക്ക് നമ്മുടെ ലൈഫിൽ മറക്കാനാവാത്ത ഒട്ടനവധി അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു കാര്യമാണ് യാത്രകൾ. കേരളത്തിന് വെളിയിൽ യാത്ര ചെയ്തിട്ടുള്ളതിൽ നിന്ന് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളതെല്ലാം നല്ല അനുഭവങ്ങളാണ്. എന്നാൽ ആദ്യമായിട്ടാണ് എനിക്കൊരു മോശം എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലം തേനി ദേശീയപാത, അതായത് നാഷണൽ ഹൈവേ 183 ഇത് തേനി കഴിഞ്ഞ് മധുര പോകുന്ന റൂട്ടിൽ ഉണ്ടായ ഒരു മോശം അനുഭവം. അതായത് എന്നെ നേരിട്ട് അഫക്റ്റ് ചെയ്തിട്ടില്ല, എങ്കിലും കണ്ടപ്പോൾ അത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. ആദ്യമേ പറയട്ടെ, ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങളും എല്ലാം വ്യത്യാസമായിരിക്കും. നിലവിൽ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു വിവാഹ ആഘോഷ ഘോഷയാത്ര നടക്കുകയാണ്. ഇവർ നിലവിൽ വണ്ടിയെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്തിനാണെന്നറിയോ? അതായത് നാഷണൽ ഹൈവേയിൽ വണ്ടിയെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് അവർ ആ നടു റോട്ടിലിട്ടൊരു ഗുണ്ട് പൊട്ടിച്ചു. എൻ്റെ പൊന്നെ, ഇതൊക്കെ ശുദ്ധ തെമ്മാടിത്തരം. ആദ്യമായിട്ടാണ് ഞാൻ ഇമാതിരി ഒരു തോന്നിവാസം കാണുന്നത് കേരളത്തിന് വെളിയിൽ പോയിട്ട്, അതും തമിഴ്നാട്ടിൽ. ഇവരെ ആഘോഷിക്കുകയാണ്, അവർക്ക് മറ്റ് പല മാർഗങ്ങളും സ്വീകരിക്കാം. അല്ലെങ്കിൽ ഇത്ര റിസ്ക് എടുത്ത് മറ്റ് യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ച് ഒരു നാഷണൽ ഹൈവേ ബ്ലോക്ക് ചെയ്തിട്ടാണെന്ന് ഓർക്കണം ഇവർ ഗുണ്ട് പൊട്ടിക്കുന്നത്. ഇതിൻ്റെ ഒരു ക്ലിപ്പോടെ ഞാൻ കാണിച്ചു തരാം. ഇവർ ഞങ്ങളോട് കടന്നു പൊക്കോളം പറഞ്ഞു. അതിനുശേഷം ആ ഫ്രണ്ടിൽ പോയ ബൈക്കുകാരൻ്റെ അവസ്ഥ ഒന്ന് നോക്കി. അവൻ ആ വണ്ടി ഓടിച്ച് പോകുന്നതിന് ഇടയ്ക്ക് അവൻ്റെ വണ്ടിയുടെ അടിയിൽ കിടന്ന് ഒരെണ്ണോടെ പൊട്ടി. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തരം. ചോദിക്കാനും പറയാനും ആരുമില്ല. അവിടെയുള്ളവന്മാരെല്ലാം കൂളായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവർക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. രണ്ടാമത്തെ പൊട്ടിപ്പോൾ ആ വണ്ടിയുടെ അടിയിൽ കിടന്നു. പക്ഷേ ഇതൊന്നും നമ്മുടെ യാത്രയെ ബാധിക്കുന്ന കാര്യമല്ല. ഓരോ യാത്രകളും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും നൽകുന്നത്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കണം. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിലെ റോഡുകൾ എന്ന് പറയുന്നത് ബൈക്ക് ഓടിക്കുന്നവരുടെ ഒരു പറുദീസയാണെന്ന് പറയാം. അവിടെ റോഡ് നിയമങ്ങളൊക്കെ വളരെ ചുരുക്ക സ്ഥലങ്ങളിൽ മാത്രമേ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൂ. ഈവൻ അവിടുത്തെ പോലീസുകാർ പോലും ഹെൽമെറ്റ് വയ്ക്കാറില്ല. ഞാനിപ്പോൾ വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കൂടുതലും സ്ട്രെയിറ്റ് റോഡാണ്. ബൈക്ക് ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കാൻ പറ്റും. നിലവിലിപ്പോൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന മേഘമലയിലേക്കാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഉടനെ തന്നെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.